ആകാശമാഷെ, ഇവിടെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. പാർട്ടിക്കകത്തും പുറത്തുമായി ഉയരുന്ന ചോദ്യങ്ങൾ, അങ്ങയുടെ മറുപടി. ഇതിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ കേരളം ഒരു ദേശീയ കേന്ദ്രം, ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 10-24 മണിക്കൂറായിട്ട് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതാവ് സംശയലേശമെന്നെ കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. നിങ്ങൾക്ക് ആ മികവ് കെടുത്തണം എന്നുള്ള താല്പര്യം കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ യാതൊരു നിലയിലുമുള്ള തെറ്റായ കാര്യമില്ല. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോവിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ആ പ്രസ്താവന വായിക്കാം. The Politburo Bureau of the CPIM strongly opposes the move of the UGC to facilitate foreign universities and education institutions to set up campuses in India. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം. Allowing them autonomy in determining fees and recruitment of teachers after a 90-day approval process. This will lead to creating enclaves of high fees, elitist institutions which will further distort the structure of higher education in the country. ഞങ്ങൾ ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ച ഭാഗം ഞാൻ വായിക്കാം. അത് ഇങ്ങനെയാണ്. ഈ മേഖലക്കകത്ത് തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ UGC ഇത് അടിവരയിടുന്നുണ്ട്. തുല്യതയുടെയും സുതാര്യതയുടെയും തത്വത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാലയല്ല, വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിശോധിക്കും. നിങ്ങൾക്ക് മലയാളം അറിയില്ലേ? വിദേശ സർവകലാശാലയും വിദേശ സർവകലാശാല ക്യാമ്പസും ഒന്നാണോ? ഇത് പരിശോധിക്കുമെന്നുള്ളതും സ്ഥാപിക്കുമെന്നുള്ളതും ഒന്നാണോ? ഇനി ഞങ്ങൾ നടപ്പാക്കേണ്ടാത്ത കാര്യങ്ങളാണോ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങൾ പറഞ്ഞ കാര്യം അല്ല, പരിശോധിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പരിശോധന മാത്രമേ ഉള്ളൂ എന്നാണോ? നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വർത്തമാനം പറയുന്നത്. പരിശോധിച്ചാലല്ലേ എങ്ങനെ നടപ്പിലാക്കി തീരുമാനിക്കാൻ കഴിയൂ? ഒരു കാര്യം ചോദിച്ചോട്ടെ, വിദേശ സർവകലാശാല അനുവദിക്കാൻ ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് ഒരു ചർച്ചയില്ല. വിദേശ സർവകലാശാലകൾ വാണിജ്യ സ്വഭാവമുള്ളവയാണ്. നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു സെക്കൻഡ് രാജു, വിദേശ സർവകലാശാലകൾ വാണിജ്യ സ്വഭാവമുള്ളവയാണ്. വിദേശ സർവകലാശാലകൾ വാണിജ്യ സ്വഭാവമുള്ളവയാണ്. പറഞ്ഞത് ആരാണെന്നറിയാമോ പ്രകാശ് മാഷെ? KN ഗണേഷ്. ആരാ ഉള്ളതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കൂടെ ഉണ്ട്, ഇല്ലേ? കയ്യകലത്തിലുണ്ട് KN ഗണേഷ്. പറഞ്ഞതെന്താണ്? വിദേശ സർവകലാശാലകൾ വാണിജ്യ സ്വഭാവമുള്ളവയാണ്. ഒരു സെക്കൻഡ് എന്നേ. PBയുടെ കാര്യം അങ്ങ് പറയുകയുണ്ടായല്ലോ, ഈ പറയുന്ന 2023 ജനുവരി 7. അതിന്റെ ഒരു സത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിന് അങ്ങയോട് പറയാം. വിദേശ സർവകലാശാലകൾക്ക് വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകാനുള്ള മോദി സർക്കാരിന്റെ നീക്കം ഒരു കൂട്ടം ഉപരിവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും. CPM പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിലുള്ളതാണ്. ഏകപക്ഷീയമായി ഈ നീക്കത്തിൽ നിന്നും UGCയെയും കേന്ദ്രത്തെയും പിന്തിരിപ്പിക്കുന്നതിന് എല്ലാ ജനാധിപത്യ ദേശസ്നേഹ ശക്തികളും രംഗത്തിറങ്ങണം. PBയുടെ അഭ്യർത്ഥനയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങ് ഈ പറയുന്ന എറണാകുളത്തെ സംസ്ഥാന സമ്മേളനത്തിലെ രേഖ എന്ന് വെച്ചാൽ മോദിക്ക് വേണ്ടിയുള്ള രേഖ, PBയുടെ അല്ല, മോദിക്ക് വേണ്ടിയുള്ള നയരേഖയാണ് ഈ നടക്കുന്നത്. UGCയെയും കേന്ദ്ര സർക്കാരിനെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജനാധിപത്യ ശക്തികളും ദേശസ്നേഹികളും അണിനിരക്കണമെന്ന PB ആഹ്വാനം എവിടെ കിടക്കുന്നു? ഇത് വേഗം നടപ്പാക്കണം എന്ന കാര്യത്തിൽ താല്പര്യത്തോടെ നിൽക്കുന്ന നിങ്ങളുടെ ഈ വികസന നയരേഖ എവിടെ കിടക്കുന്നു? ഇനി എന്നെ മറുപടി പറയാൻ അനുവദിക്കണം. ഞങ്ങൾ എതിർക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള മൂലധന നിക്ഷേപത്തെ അല്ല, വിദേശ മൂലധന നിക്ഷേപത്തെ അല്ല. ഞങ്ങൾ എതിർക്കുന്നത് ആഗോളവൽക്കരണ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തടസ്സപ്പെടുത്തുകയല്ല. ഒറ്റ കാര്യമേ അതിന് മറുപടി. നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു ബലപ്പെട്ട വാദമാണല്ലോ. അങ്ങ് തുടർന്നോളൂ. ഒറ്റ കാര്യമേ എനിക്ക് പറയാൻ, അങ്ങയുടെ പറയാൻ. മോദിയുടേത് ആഗോളവൽക്കരണ നവ ഉദാരീകരണ നയം തന്നെയാണ്. മോദിയുടേത് നവ ഉദാരീകരണ നയം തന്നെയാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ സംരക്ഷകനാണ് മോദി. ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ അല്ലാത്തൊരു നിലപാട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ 3 പേരെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ
എന്താ ഈ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ മാത്രം തലയിൽ വെക്കാവുന്ന ഒന്നാണോ? മോദി സർക്കാരിന്റെ അതിന്റെ പിന്തുടർച്ചയായി നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ പറയുന്നതാണല്ലോ ഇവിടെ സോഷ്യലിസം ഇല്ല, രാജ്യത്ത് ജുഡീഷ്യറി മാറുന്നില്ല, എക്സിക്യൂട്ടീവ് മാറുന്നില്ല, ഒരു പിണറായി സർക്കാരാകട്ടെ മാറിയിട്ടുമില്ല, അതുകൊണ്ട് ശക്തമായ ഒരു നിലപാടെടുക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല പ്രകാശ് മാഷേ, നിങ്ങളുടെ ഏറ്റവും ശക്തമായ വാദം എന്ന് പറയുന്നത് ആഗോളീകരണത്തെ എതിർക്കും. ആഗോളീകരണത്തിന് താല്പര്യമാണ് മോദി സംരക്ഷിക്കുന്നത്. നിങ്ങൾ എന്നെ ഞങ്ങളുടെ നിലപാട് 5 മിനിറ്റ് പറയാൻ വിടുവോ? പറയൂ. നിങ്ങൾ എന്ന് പ്രസംഗിക്കാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോരെ, നിങ്ങൾ പ്രഭാഷണം വെച്ചാൽ പോരെ. നിങ്ങൾക്ക് പ്രസംഗിക്കാനാണെങ്കിൽ നിങ്ങൾ പ്രസംഗ പരിപാടി വെച്ചാൽ മതി. പ്രകാശ് മാഷേ ചോദ്യത്തിന് മറുപടി. 4 പേര് എനിക്കെതിരായിട്ട് സംസാരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. 4 പേരല്ല ഈ നാടൊട്ടൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണെന്ന്. എന്നെ സ്വതന്ത്രമായി 4 പേരല്ല ഈ നാടൊട്ടൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, മോദിയുടെ ബജറ്റാണ് ഇവിടെ നടപ്പാക്കുന്നത്. മോദിക്ക് വേണ്ടിയാണോ കേരളത്തിൽ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്? നിങ്ങളല്ലേ നാടൊട്ടക്ക് 24 അല്ലേ? ഈ നാട് എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് തീരുമാനിക്കേണ്ടത് 24 ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഈ നാടാകെ എന്ത് ചിന്തിക്കണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കും, ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളോട് പറയാൻ അനുവദിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ അയാളെ വിളിച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് പറയാൻ പ്രസംഗിക്കാനാണെങ്കിൽ നിങ്ങൾ പ്രസംഗ പരിപാടി വെച്ചാൽ പോരെ. 24-ന് CPM നിലപാട് എന്താണെന്ന് അറിയാനാണ് എന്നെ വിളിച്ചതെങ്കിൽ എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാഷും ഞാൻ കുട്ടിയൊന്നുമല്ല. ഞാൻ CPM നിലപാട് പറയാൻ വന്നിരിക്കുന്നത്. CPM നിലപാട് വിദേശ നിക്ഷേപത്തിന് എതിരല്ല. അതിന് നിയന്ത്രിക്കാൻ സ്റ്റേറ്റിന് അവകാശമുണ്ടാവണം. ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ രേഖ നവകേരള പരിപാടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭാഗം വായിക്കാം. നിങ്ങൾ അക്കാര്യം ഞങ്ങൾ പറയാൻ അനുവദിക്കണ്ടേ? ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഞാൻ നിങ്ങളോട് ഇവിടെ പിന്നെ വായിക്കാം. വളരെ കൃത്യമായിട്ട് ഇവിടെ സാമൂഹ്യമായിട്ട് നിയന്ത്രണം ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സർവകലാശാലകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വിദേശ സർവകലാശാല സ്ഥാപിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്ഥാപിക്കും എവിടെയെങ്കിലും വിദേശ സർവകലാശാല സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വാചകം വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുമെന്നാണ്. വിദേശ സർവകലാശാല ക്യാമ്പസും വിദേശ സർവകലാശാല ഒന്നാണോ? സ്ഥാപിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കൃത്യമായിട്ട് എല്ലാ കരിക്കുലത്തിന്റെ കാര്യത്തിൽ ഏത് പ്രകാശ് മാഷേ കേരളത്തിൽ അപ്പൊ വിദേശ സർവകലാശാല വരില്ല. അതാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് വിദേശ സർവകലാശാല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുകയല്ലേ ചെയ്യുക. വിദേശ സർവകലാശാല ക്യാമ്പസും വിദേശ സർവകലാശാലയും ഒന്നാണോ? നിങ്ങൾ പറഞ്ഞത് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് എങ്ങനെ വരും? കോർപ്പറേറ്റുകൾക്ക് അല്ല, UGCയുടെ മാർഗനിർദ്ദേശത്തിനകത്ത് പറയുന്ന എന്താണ്? കോർപ്പറേറ്റുകൾക്ക് ഈ പറയുന്നത് എന്ന് വെച്ചാൽ വ്യവസായ കോർപ്പറേറ്റുകൾക്ക് വിദേശ സർവകലാശാലകളുമായി സഹകരിച്ചുകൊണ്ട് അതിന്റെ ക്യാമ്പസുകൾ നടപ്പാക്കാം. അപ്പൊ ഏത് താല്പര്യമാ വരുന്നേ? കോർപ്പറേറ്റുകൾ കേരളത്തിലെ കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോകാതെ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ തൊഴിലെടുക്കട്ടെ, അങ്ങനെ കേരളത്തെ ഒരു നല്ല മൂലധന ചെലവുള്ള സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാം എന്ന പ്രത്യേക താല്പര്യത്തോടെ നിൽക്കുകയല്ലേ കോർപ്പറേറ്റുകൾ? അല്ലല്ല, നിങ്ങൾ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യമൊക്കെ ഇതാണോ? കേരളത്തിലെ കുട്ടികൾ പുറത്തേക്ക് പോയിക്കൂടാ, ഇവിടെ തന്നെ പഠിക്കണം, അങ്ങനെ ഇവിടുത്തെ മൂലധന സംരംഭം ശക്തിപ്പെടണം, ഇവിടെ തന്നെ വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ തന്നെ തൊഴിൽ മേഖലയിൽ അവരെ സംരക്ഷിക്കണം. സർക്കാർ ഏറ്റെടുക്കുന്നതിനേക്കാൾ താല്പര്യത്തോടെ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുകയാണ് ഇതെല്ലാം എന്നാണോ ആളുകൾ വിശ്വസിക്കേണ്ടത്? എന്താ പ്രകാശ് മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭയങ്കരല്ലേ കോർപ്പറേറ്റുകൾക്ക്. ഇപ്പോൾ നിങ്ങളെ സേവിക്കല്ലേ താല്പര്യം? ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റതാരാ? കോൺഗ്രസ് അല്ലേ? എന്റെ ചോദ്യം വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് വരുന്ന വഴി ഏതാണ്? വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് വരുന്ന വഴി ഏതാണ്? ആര് വഴി അത് വരും കേരളത്തിലേക്ക്? ഇവിടെ കുട്ടികൾക്ക് UGC മാർഗനിർദ്ദേശ പ്രകാരം ഒരു വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് കേരളത്തിൽ വരിക ഏതു വിധേന? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏത് വിധേന എന്നുള്ള ചർച്ച ചെയ്യല്ലേ വേണ്ടത്? നിങ്ങൾക്ക് ഈ രാജ്യമാകെ കോർപ്പറേറ്റുകൾക്ക് പ്രശ്നമില്ല. വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് കേരളത്തിൽ വരുന്ന വഴി എന്താണ്? UGC ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അതുപ്രകാരം വിദേശ സർവകലാശാല നേരിട്ടല്ല ക്യാമ്പസ് ആണ് വരാൻ പോകുന്നതെന്ന് പ്രകാശ് മാഷ് പറയുന്നു. അത് ഏതു വിധത്തിലാണ് വരിക? അല്ല, അത് നമ്മുടെ ധനകാര്യമന്ത്രി ഇന്നലെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ വിദേശ സ്ഥാപനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ആകർഷിക്കുന്നതിന്
പ്രോത്സാഹനവും പാക്കേജും നൽകും. കേരളത്തിലെ ധനകാര്യമന്ത്രിയുടെ ബജറ്റിൽ പറഞ്ഞ വാചകമാണ്. പക്ഷേ എന്റെ ചോദ്യം ഈ ബജറ്റിൽ എന്തൊക്കെ ഇളവുകൾ നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞതിനെ പറ്റിയല്ല. ഈ ഇളവുകളെ നൽകാൻ കഴിയൂ. കാരണം വിദേശ സർവകലാശാലയെ നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല. സ്വകാര്യ സർവകലാശാല അങ്ങനെയല്ല, നമുക്ക് നിയന്ത്രിക്കാം. വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അത് കഴിയില്ല. അപ്പോഴാണ് പ്രകാശൻ മാഷിന്റെ മറ്റൊരടവ്, വിദേശ സർവകലാശാല വരുന്നു എന്ന് ആര് പറയുന്നു, അതിന്റെ ക്യാമ്പസാണ് വരുന്നതെന്ന്. ക്യാമ്പസ് വരുന്ന വിധം ഞാൻ മനസ്സിലാക്കിയത്, പിഴവുണ്ടെങ്കിൽ തിരുത്താം, UGCയുടെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്കടക്കം ഇവരുമായി സഹകരിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി വരാമെന്നാണ്. ആണോ അല്ലയോ? അല്ല, അങ്ങനെ അല്ലാതെ കഴിയില്ലല്ലോ. കാരണം കഴിയില്ലല്ലോ. യൂറോപ്പ് ശരി, പ്രകാശ് മാഷേ, ക്യാമ്പസ് വരുന്ന വിധം ഇങ്ങനെയാണ്. ക്യാമ്പസ് വരുന്ന വിധം ഇങ്ങനെയാണ്. കോർപ്പറേറ്റുകൾക്കെതിരായിട്ട് എന്തൊരു പാടുപെടലാണ്. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേണു, ഇതാ നോക്കൂ, യൂറോപ്പ്, USA, ഗൾഫ് നാടുകൾ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 2024 രാജു വേണു, ഇവിടെ വിദേശ ക്യാമ്പസേ വരുന്നുള്ളൂ, വിദേശ സർവകലാശാല വരുന്നു എന്നൊക്കെ പറയുന്നു. ഒന്ന്, 2014 തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും അക്രമാസക്തമായ SFIയുടെ സമരമാണ്. ആ സമരത്തിൽ കല്ലെറിയുന്ന കുട്ടികളെ നോക്കുക. എന്തായിരുന്നു കാര്യം എന്നറിയോ? കേരളത്തിലെ സയൻസ് ആൻഡ് ആർട്സ് കോളേജ് സ്വയം ഭരണാവകാശം നൽകിക്കഴിഞ്ഞാൽ അവിടെ വിദേശ സർവകലാശാലകൾ കടന്നു വരുമെന്ന് പറഞ്ഞ് നടത്തിയ ഏറ്റവും അക്രമാസക്തമായ ഒരു സമരം. പ്രകാശൻ മാഷെ, ആ കുട്ടികളോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദയവേദി ഇവിടെ വന്ന് CPMന്റെ നിലപാട് വിശദീകരിക്കാൻ എന്ന് പറയരുത്. നിലപാടില്ലായ്മ വിശദീകരിക്കാൻ എന്ന് പറയൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോടെങ്കിലും നിങ്ങൾ ഒരു കൂറ് പുലർത്തൂ. എന്ത് നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? 2010 UPAയുടെ നിയമത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ മുഴുവൻ നിങ്ങൾ എതിർത്തത് എന്തിന്റെ പേരിലാ? ശരി, നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവരുന്നത്. ശരി രാജു, പ്രകാശ് മാഷ്ക്ക് സമയം കുറവാണ് കിട്ടിയതെന്ന ഒരു വാസ്തവമാണ്. ഒരു സെക്കൻഡ് എല്ലാവരും സഹകരിക്കുക. രാജു പെട്ടെന്ന് പൂർത്തിയാക്കി. അല്ലല്ല, പ്രകാശ് മാഷ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. നിങ്ങൾ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത് സഖാവ് പുഷ്പന്റെ പേരിൽ എന്തിന്റെ പേരിലായിരുന്നു? സഹകരണ മേഖലയിൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മെഡിക്കൽ കോളേജും സഹകരണ മേഖല അല്ലല്ല, സർക്കാരിന്റെ പൊതുസ്വത്ത് അങ്ങനെയല്ല രാജു. സർക്കാർ പരിഹാരമല്ലേ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന്റെ പൊതുസ്വത്ത് ഒരു സ്വകാര്യ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലല്ല, ഒരു സ്വകാര്യ ട്രസ്റ്റിന് അതിന്റെ നടത്തിപ്പ് ചുമതലയും അതിന്റെ എല്ലാ അധികാരങ്ങളും വെച്ച് മാറുന്നതിനെ എതിർത്തിട്ടുള്ള സമരമായിരുന്നു അത്. ആ അർത്ഥത്തിൽ ശയ്യാവലംബിയായ പുഷ്പൻ കേരളത്തിന്റെ അഭിമാനമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. കാരണം പിന്നീട് ഈ സ്വാശ്രയ മേഖലയിൽ ഒരു കള്ളക്കച്ചവടവും നടത്താതിരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണം വന്നത് 5 രക്തസാക്ഷികളുടെ ചോരയുടെ മുകളിൽ തന്നെയാണ്. അല്ലല്ല, അതൊന്നും നിരാകരിക്കാൻ കഴിയുന്നതല്ല. രാജു, സഖാവ് പുഷ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനയോട് CPM കാണിച്ച ചതിയുടെ പ്രതീകമാണ് സഖാവ് പുഷ്പൻ. അല്ല, ആ ഭാഗം പ്രകാശ് മാഷ് പറയട്ടെ. ശരി, ആ ഭാഗം പ്രകാശ് മാഷ് പറയട്ടെ. പക്ഷേ പുഷ്പന്റെ ജീവിക്കുന്ന രക്തസാക്ഷിത്വത്തിനും മറ്റ് കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളുടെ ജീവനും കേരളം പൊതു താല്പര്യത്തോടെ തന്നെ അതിന്റെ ഗുണം അനുഭവിക്കുകയാണ്. ഇല്ലല്ല, ഞാൻ അങ്ങനെയൊക്കെ വരാം. പ്രകാശൻ മാഷെ ഈ പറയുന്ന രാജു പൂർത്തിയാക്കും. വേണു, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. എനിക്ക് 30 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ബിന്ദുവിന്റെ കാര്യം മാത്രമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇത് ചർച്ച ചെയ്തോ? CPIയുടെ പ്രതിനിധികൾ, CPIയുടെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഞങ്ങൾ പോലും, ഒരു പക്ഷേ നിലപാടിന്റെ കാര്യത്തിൽ കാർക്കശ്യത്തോട് പെരുമാറുന്ന ബിനോയ് വിശ്വം പോലും എങ്ങനെ മിണ്ടാതിരിക്കുന്നു? CPM ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തോ? SFIയുടെ നേതാവ് എന്താ പറഞ്ഞത്? ഞങ്ങൾ സർക്കാരിനോട് സംസാരിക്കും, ഇത് അനുവദിക്കാൻ കഴിയില്ല. പ്രകാശ് മാഷെ, SFI വിളിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങളുടെ എല്ലാം കൂലിയെടുപ്പുകാരായിട്ട് ഈ കേരളത്തിലെ പൊതുജനങ്ങളെ, വിദ്യാർത്ഥികളെ മാറ്റുകയാണോ? എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ശരി രാജു, ശരി.